മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മഹായുതി സഖ്യത്തിൽ വലിയ പൊട്ടിത്തെറി. ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചതിന് പിന്നാലെ ഗുരുതര ആരോപണവുമായി എൻസിപി അജിത് പവാർ പക്ഷം എംഎൽഎ അമോൽ മിത്കാരി രംഗത്ത്. തെരഞ്ഞെടുപ്പിൽ എൻസിപിയുടെ പതനത്തിന് കാരണം ബിജെപിയും ഷിൻഡെ പക്ഷം ശിവസേനയും വോട്ടുകൾ മറിച്ചതുകൊണ്ടാണെന്ന് അമോൽ മിത്കാരി, വിശ്വാസവഞ്ചന ചെയ്തവരെ വെറുതെ വിടില്ലെന്നും മിത്കാരി വെല്ലുവിളിച്ചു. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻസിപിയുടെ പതനത്തിന് കാരണം ബിജെപി ശിവസേനയാണെന്ന ഗുരുതര ആരോപണവുമായി എൻസിപി अजित पवार विभागम एमएलए अमोल मितकरी रंगत. लोकसभेचा पराभव निश्चितच आमच्यासाठी वेदनादायी आहे की मित्रपक्ष म्हणून ज्या अपेक्षा आम्हाला भारतीय जनता पार्टी, शिंदे गट आणि विशेषतः बारामती लोकसभेमधले सर्व विधानसभा मतदारसंघातले आजी माजी नेते पदाधिकारी ബാരാമതിയിൽ സുനേത്ര പവാറിനെ തോൽപ്പിച്ചതും ഇതേ ലോബിയാണെന്ന് മിത്കരി ആരോപിച്ചു. തെളിവുകൾ കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ട അമോൽ മിത്കരി വിശ്വാസവഞ്ചന ചെയ്തവരെ വെറുതെ വിടില്ലെന്നും വെല്ലുവിളിച്ചു. വിമത നീക്കം നടത്തിയ 1 ഡസൻ എംഎൽഎമാർ ശരത് പവാർ പക്ഷത്തേക്ക് തിരികെ പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഗുരുതര ആരോപണവുമായി എൻസിപി എംഎൽഎ രംഗത്തെത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ അജിത് പവാർ പക്ഷം എൻസിപി പരാജയപ്പെടാനുണ്ടായ കാരണം ബിജെപിയുടെയും ഷിൻഡെ പക്ഷം ശിവസേനയുടെയും വോട്ടുകൾ ലഭിക്കാതെ പോയതാണെന്നാണ് അമോൽ മിത്കരി ആരോപിക്കുന്നത്. ബന്ധപ്പെട്ട തെളിവുകൾ സഹിതം പാർട്ടി നേതാക്കളെ 2 ദിവസത്തിനുള്ളിൽ കാണുമെന്നും മിത്കരി പറഞ്ഞു. ബാരാമതിയിലെ സുനേത്ര പവാറിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിയും ബിജെപി ശിവസേനയാണെന്ന് പറഞ്ഞ മിത്കരി തോൽവിക്ക് പ്രതികാരം ചെയ്യുമെന്ന് വെല്ലുവിളിച്ചു. അതേസമയം അജിത് പവാർ പക്ഷത്തെ ചില എംഎൽഎമാർ ശരത് പവാറുമായി ബന്ധപ്പെട്ടെന്ന രോഹിത് പവാറിന്റെ വാദത്തെ മിത്കരി തള്ളി. എന്നാൽ രാജ്യ തലസ്ഥാനത്ത് എൻഡിഎ നേതാക്കളുടെ യോഗത്തിൽ നിന്ന് അജിത് പവാറും അടുത്തനെയായി പ്രഫുൽ പട്ടേലും വിട്ടുനിന്നത് അഭ്യൂഹങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. അജിത് പവാർ ശരത് പവാറുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. അധികാരത്തിനായി അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നത് ശീലമാക്കിയ അജിത് പവാറിനെ ശരത് പവാർ വീണ്ടും തിരിച്ചെടുക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.